السلام عليكم ورحمة الله. نحن درسنا من قبل عن مسرحية عنوان بيت الذئاب. الآن نحن نتعلم الباقي من هذا المسرحية. വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബൈത്തുൽ ദിആബ് എന്ന നാടകമാണ് പഠിച്ചത്. നാലാമത്തെ ലൗഹയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അഞ്ചാമത്തെ രംഗമാണ്, ലൗഹത്തുൽ ഖാമിസയാണ്. അവസാനമായി അവർ ഒരു പൊളിഞ്ഞ് വീഴാറായ വീട്ടിലേക്കാണ് പോയത്, അല്ല. ആമിർ എനിക്ക് മിഠായി വീണ്ടും വേണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തോമസ് പറഞ്ഞു, തആൽ നറുഹില ദാലിക്കൽ ബൈത്തുൽ ഖറബ് സനജിദുഹ ഹുനാക. അങ്ങനെയാണ് അവസാനം പറഞ്ഞത്, അല്ലേ. നമുക്ക് ആ മിഠായി ആ പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ നിന്നും ലഭിക്കുമെന്ന് പറഞ്ഞു. ആമിർ യറൂഹു ഇലൽ ബൈത്തി മഹശല്ല. ഗ്രൂപ്പിൽ ഈ സംഘത്തോടൊപ്പം ആമിർ ആ വീട്ടിലേക്ക് പോവുകയാണ്. യുക്ഫൽ സിത്താർ. അപ്പോഴേക്കും കർട്ടൻ അവിടെ താണു. ഇനി അഞ്ചാമത്തെ രംഗമാണ് നമ്മൾ നോക്കാനുള്ളത്, അൽ ലൗഹത്തുൽ ഖാമിസ്. അഞ്ചാം രംഗമാണ്. അഞ്ചാമത്തെ രംഗം കർട്ടൻ ഉയരുമ്പോൾ വേദിയിൽ കാണുന്നത് എന്താണ്, സ്റ്റേജിൽ എന്താണ് കാണുന്നത്? മാതാ നറ ഫിൽ മസ്രഹി ഫിൽ ലൗഹത്തുൽ ഖാമിസ്. നറ ഫിഹ ബൈത്തുശല്ല മക്തൂബുൻ അലാ ജുദ്രാനിഹി ബഅദുൽ ജുമൽ മിത്ല ബൈത്തുൽ ദിആബ് ഹൽവയാത്ത് അമാമഹു സുന്ദൂഖുൻ ത്വബീലുൻ. ഇതാണ് സ്റ്റേജിൻ്റെ മുകളിൽ കാണുന്നത്. ബൈത്തുശല്ലയാണ് കാണുന്നത്. ബൈത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വീടാണ്. ബൈത്തുശല്ല ഈ സംഘത്തിൻ്റെ വീടാണ് അവിടെ കാണുന്നത്. മക്തൂബൻ എഴുതപ്പെട്ടിട്ടുണ്ട്. അലാ ജുദ്റാനിഹി. ജുദ്റാൻ എന്ന് പറഞ്ഞാൽ ചുമരാണ്. അവിടെയുള്ള ആ വീട്ടിൻ്റെ ചുമരിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ബഅദുൽ ജുമൽ. കുറച്ച് ജുംലകൾ, കുറച്ച് വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. മിസ്ല ബൈത്തുൽ ദിആബ്. മിസ്ല പോലെ, ഏതുപോലെ? ബൈത്തുൽ ദിആബ് ചെന്നായ്ക്കളുടെ വീട്. നമ്മുടെ പാഠത്തിൻ്റെ എഡിങ് ആണിത്, അല്ലേ. ബൈത്തുൽ ദിആബ് ചെന്നായ്ക്കളുടെ വീട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഹൽവയാത്ത് മിഠായികൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അമാമഹു അവൻ്റെ മുന്നിൽ സുന്ദൂഖുൻ ത്വബീൽ. നമ്മളിവിടെ കാണുന്നുണ്ട്, അല്ല, ഒരു സുന്ദൂക്ക് കാണുന്നുണ്ട്. മമാന സുന്ദൂഖ്. സുന്ദൂഖുമാന പെട്ടിയാണ്. ഒരു പെട്ടി നമ്മൾ കാണുന്നുണ്ട്. സുന്ദൂഖുൻ ത്വബീൽ, നീളമുള്ളൊരു പെട്ടി അവിടെ കാണുന്നുണ്ട് അവരുടെ മുന്നിൽ. ജോർജ് ആദ്യം പറയുകയാണ്, സക്രാനുൻ. ജോർജാണ് പറയുന്നത്. എന്താ പറയുന്നത്? വഹുവ സക്രാനുൻ. സക്രാനുൻ ലഹരിയിലായിരുന്നവൻ. ജോർജ് ലഹരിയിലായിരുന്നു. യൽഹക്കു ദ്വഹിക്ക യൽഹക്കു എന്ന് പറഞ്ഞാൽ ചിരിക്കുന്നു എന്നാണ് യൽഹക്കു എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോൾ ഇവൻ ചിരിച്ചുകൊണ്ടാണ് ജോർജ് പറയുന്നത്. ഹഹഹ നൽ അബു. ലഹിബ കളിച്ചു എന്നാണ് അർത്ഥം. നൽ അബു നമുക്ക് കളിക്കാം. ത്വവാല ഹാദിഹിൽ ലൈല. ലൈല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അർത്ഥം അറിയാം, അല്ലേ. രാത്രിയാണ്. ത്വവാല ഹാദിഹിൽ ലൈല എന്ന് പറഞ്ഞാൽ ഈ രാത്രി മുഴുവൻ നമുക്ക് കളിക്കാം. രാജു പറഞ്ഞു, മൻ യുസാബിക്കുനി. മൻ ആര്. മന്മാന ആര്. യുസാബിക്കുനി എന്നെ പരാജയപ്പെടുത്താൻ ആരാണുള്ളത്? ഫിൽ ലഅബ്. ലഅബ് എന്ന് പറഞ്ഞാൽ കളി. ഈ കളിയിൽ എന്നെ പരാജയപ്പെടുത്താൻ ആരാണുള്ളത്? അപ്പോൾ നാസുർ പറഞ്ഞു. നാസുർ എന്ന് പറഞ്ഞു, മഅക്ക നിൻ്റെ കൂടെ ഉണ്ട്. ആര്? ആമിർ. ആമിറുണ്ട് നിൻ്റെ കൂടെ കളിക്കാനെന്ന് നാസുർ പറഞ്ഞു. രാജു അപ്പോൾ പറഞ്ഞു, വമാഹുവ റഹാൻ. റഹാൻ എന്ന് പറഞ്ഞാൽ പന്തയം. എന്താണ് പന്തയം? ഈ കളിയിൽ എന്താ പന്തയം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നു, നമ്മളിവിടുന്ന് നമ്മുടെ ഭാഷയിൽ വെറ്റ് കളിക്കുന്നു എന്ന് പറയും, അല്ല പണം വെച്ചിട്ട് കളിക്കുന്നു എന്നൊക്കെ പറയും.
അപ്പോൾ ഇവിടെ റഹാൻ എന്താണ് പന്തയം? നാസിർ പറഞ്ഞു പന്തയം എന്താണ് ഇവിടെ? അൽ ഫാഷിൽ പരാജയപ്പെട്ടവൻ, മിന്ന നമ്മുടെ കൂട്ടത്തിൽ നിന്നും പരാജയപ്പെട്ടവൻ, സയബീത്തു ഫി ഹാദ സയബീത്തു അവൻ കഴിഞ്ഞു കൂടണം, ഫി ഹാദ സുന്ദൂക്കി ഈ പെട്ടിയിൽ, ത്വവാലൽ ലൈലി ത്വവാലൽ ലൈലി ഈ രാത്രി മുഴുവൻ, ത്വവാലൽ ലൈലി രാത്രി മുഴുവൻ ഈ പെട്ടിയിൽ അവൻ കഴിഞ്ഞുകൂടണം. ഇതാണ് പന്തയം. അപ്പോൾ ഇവർ കളി തുടങ്ങാൻ പോവുകയാണ്. പരാജയപ്പെട്ടവൻ രാത്രി മുഴുവൻ ഈ പെട്ടിയിൽ കഴിഞ്ഞുകൂടണം. ഇതാണ് ഇവർ ഉണ്ടാക്കിയ പന്തയം. ഇതാണ്. രാജു പറഞ്ഞു. മുവാഫിഖ് സമ്മതിച്ചോ എന്ന് ചോദിച്ചു. തആൽ അങ്ങനെയാണെങ്കിൽ വരുമെന്ന് രാജു പറഞ്ഞു. അങ്ങനെ യബ്ദൗ ആരംഭിക്കുകയാണ്. അല്ലഅബ് എന്ത് കളി, വയഫ്ശലു പരാജയപ്പെടുകയും ചെയ്തു. മൻ യഫ്ശലു ആമിർ, ആമിർ യഫ്ശൽ അല്ലെ, ആമിറാണ് പരാജയപ്പെട്ടത് കളിയിൽ. രാജു സ്വാഇഹൻ ഉറക്കെ രാജു വിളിച്ചു പറഞ്ഞു, അന ഫായിസ് ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഫായിസ് വിജയ് ഞാനാണ് വിജയ് എന്ന് ഉറക്കെ രാജു പറഞ്ഞു. യദ്ഖുലു അങ്ങനെ പ്രവേശിച്ചു. ദഖല യദ്ഖുലു പ്രവേശിച്ചു. ആമിർ ആരെ പ്രവേശിച്ചത്? ആമിർ പ്രവേശിച്ചു. ദാഖില സുന്ദൂക്കി ദാഖിൽ ഉള്ളിൽ അകത്ത്, ഈ പെട്ടിയുടെ അകത്ത് രാജു പ്രവേശിച്ചു. ജോർജ് ഹക്കൻ ജോർജ് പറഞ്ഞു ഹക്കൻ തീർച്ചയായിട്ടും, ഹുവ അവൻ, വക്ക വീണിരിക്കുന്നു, ഫി മിസ്യത മിസ്യത എന്ന് പറഞ്ഞാൽ കെണി, അവൻ കെണിയിൽ വീണിരിക്കുന്നു എന്ന് പറഞ്ഞു. നാസിർ പറഞ്ഞു ഫരീസത്തുൻ ഇര, ജദീദത്തുൻ പുതിയ ഇരയാണവൻ, ഫിഷബക്ക നമ്മുടെ വലയിലെ പുതിയ ഒരു ഇര വീണിരിക്കുന്നു എന്ന് നാസിറും പറഞ്ഞു. തോമസ് പറഞ്ഞു ഞാൻ ഔഖഅതുഹു അവനെ വീഴ്ത്തിയത് ഞാനാണ്, ഫിൽ ഫഹി ഈ കെണിയിൽ അവനെ വീഴ്ത്തിയത് ഞാനാണ് എന്ന് തോമസ് പറഞ്ഞു. യസ്മൗ ആമിർ ആമിർ കേൾക്കുന്നു, യസ്മൗ കേൾക്കുന്നതാണ് അർത്ഥം. ആമിർ കേൾക്കുകയാണ്. ആയാത്തുൻ ആയത്തുകൾ അല്ലെ, മിനൽ ഖുർആനിൽ കരീം ഖുർആനിലെ ആയത്തുകൾ അവൻ കേൾക്കുകയാണ്. മിൻ വറാഇ വറാഇ എന്ന് പറഞ്ഞാൽ പിറകിൽ എന്നാണ് അർത്ഥം. മിൻ വറാഇ സിത്താർ കർട്ടൻ്റെ പുറകിൽ നിന്നും അവൻ കുറച്ച് ആയത്തുകൾ കേൾക്കുകയാണ്. ഏതാണ് സൂറത്തുൽ മാഇദയിലെ ആയത്തുകളാണ് അവൻ കേൾക്കുന്നത്. 90-ാമത്തെയും 91-ാമത്തെയും ആയത്തുകളാണ് ഇവൻ കർട്ടൻ്റെ പുറകിൽ നിന്നും കേൾക്കുന്നത്. ആമിർ എവിടെയുള്ളത്? ആമിർ പെട്ടിയിലാണുള്ളത് അല്ലേ. പെട്ടിയിലുള്ള ആമിർ കേൾക്കുകയാണ് ആയത്തുകൾ. എന്താണ് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനു ഏ സത്യവിശ്വാസികളെ അല്ലേ. ആമനു എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവരെ. ഇന്നമാ തീർച്ചയായിട്ടും അൽ ഖംർ മദ്യം, വൽ മൈസിർ ചൂതാട്ടം, വൽ അൻസ്വാബ് പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ബിംബം അല്ലേ, വൽ അസ്ലാം ഭാഗ്യ പരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന അമ്പുകൾ. ഇത് ഖുറൈശികൾക്കിടയിൽ പഴയ കാലത്തുണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരിക്കും. അമ്പുകൾ എഴുതിയിട്ട് അമ്പുകൾ ശരിയായ ദിശയിൽ കൊണ്ടാൽ അത് ഭാഗ്യമായിട്ട് കണക്കാക്കിയതാവാം അസ്ലാം എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ ഈ ഭാഗ്യപരീക്ഷണം നടത്തലും അതുപോലെ ബിംബാരാധനയും ചൂതാട്ടവും മദ്യവുമൊക്കെ റിജ്സുൻ മാലിന്യമാണ്. മിൻ അമലി ശൈത്വാൻ പിശാചിൻ്റെ പ്രവർത്തികൾ. അമലി എന്ന് പറഞ്ഞാൽ പ്രവർത്തികൾ. പിശാചിൻ്റെ പ്രവർത്തികളിൽപ്പെട്ട മാലിന്യമാണ്. മാലിന്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് ആവശ്യമില്ലാതെ തള്ളുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് പിശാചിന് പോലും വേണ്ടാത്ത സാധനങ്ങളാണ് ഇതൊക്കെ. ഫജ്തനിബൂഹു അതുകൊണ്ട് നിങ്ങളത് ഒഴിവാക്കുക. ഇജ്തനബ വിട്ടു നിൽക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂ നിങ്ങൾ വിജയിച്ചേക്കാം. ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾ വിജയി ആയി മാറിയേക്കാം.
ഇന്നമാ തീർച്ചയായിട്ടും യുരീദു ഉദ്ദേശിക്കുന്നു ആര് മൻ യുരീദു യുരീദു ശൈത്വാൻ പിശാച്ച് ഉദ്ദേശിക്കുന്നത് ഷൈത്വാൻ ഉദ്ദേശിക്കുന്നത് അൻ യൂഖിഅ നിങ്ങളെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നും പറയും ബൈനക്കും നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ എന്ത് അൽ അദാവത്ത ശത്രുത വിദ്വേഷമൊക്കെ ഉണ്ടാക്കാൻ വൽ ബഅ്ലാഗാണ് വിദ്വേഷം അദാവത്ത് എന്ന് പറഞ്ഞാൽ ശത്രുതയാണ് അദാവത്തുൻ ശത്രുത ബഅ്ലാഉൻ വിദ്വേഷം ഉണ്ടാക്കാൻ അപ്പം നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാനാണ് ശൈത്വാൻ ഉദ്ദേശിക്കുന്നത് ഫിൽ ഖംറി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ മദ്യത്തിൽ വൽ മൈസ്യർ ചൂതാട്ടത്തിലും മദ്യത്തിലുമൊക്കെ പിശാച്ച് ഇതൊക്കെ കൊണ്ട് പിശാച്ച് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുത വളർത്താൻ വേണ്ടിയിട്ടാണ് വയസുദ്ദുക്കും അതുപോലെ തടയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വയസുദ്ദുക്കും നിങ്ങളെ തടയാൻ വേണ്ടിയിട്ടാണ് അൻ ദിക്റില്ലാഹി ദിക്റില്ലാഹി അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിനെ തൊട്ട് അല്ലെങ്കിൽ ദിക്റ് ചെല്ലുന്നതിനെ തൊട്ട് തടയലാണ് പിശാച്ച് ഉദ്ദേശിക്കുന്നത് അല്ല ഈ മദ്യമൊക്കെ കഴിച്ചാൽ പിന്നെ അള്ളാഹുവിനെയൊക്കെ ഒന്നവർക്ക് ആർക്കും ഓർമ്മയുണ്ടാവില്ല വ അനിസ്വലാത്തി അതുപോലെ നമസ്കാരത്തെ തൊട്ടും തടയലാണ് ഫഹൽ അന്തും നിങ്ങൾ ഇല്ലേ എന്ത് മുന്തഹൂൻ വിരമിക്കുന്നില്ലേ നിങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുന്നില്ലേ എന്നാണ് സൂറത്തുൽ മാഇദയിലൂടെ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഖുർആൻ ആയത്താണ് ഇവൻ കർട്ടൻ്റെ പുറകിൽ നിന്നും കേൾക്കുന്നത്. ഇത് നിങ്ങൾ ഈ ഖുർആൻ ആയത്തിൻ്റെ ആശയം മലയാളത്തിൽ നോട്ടിൽ എഴുതി വെക്കണം. ആശയം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ മലയാളം ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. സത്യവിശ്വാസികളെ ലയായുല്ലദീനാമനു സത്യവിശ്വാസികളെ മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെക്കൽ പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളും പൈശാചികമായ മ്ലേച്ഛവൃത്തി മാത്രമാകുന്നു അല്ലേ. അതിനാൽ നിങ്ങൾ അതൊക്കെ വർജിക്കുക, നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ മലയാളത്തിൽ നോട്ടിൽ എഴുതി വെക്കണം. ഇത് 90-ാമത്തെ ആയത്താണ്. 91-ാമത്തതിൻ്റെ ആശയമാണ് ഇവിടെ കാണുന്നത്. പിശാച്ച് ഉദ്ദേശിക്കുന്നത് ഇന്നമാ യുരീദു ശൈത്വാൻ മദ്യത്തിലൂടെ ഫിൽ ഖംറി ചൂതാട്ടത്തിലൂടെയും അല്ലേ ഫിൽ മൈസിർ നിങ്ങൾക്കിടയിൽ അൻയോക്കിഅ ബൈനക്കും ശത്രുതയും അൽ അദാവത്ത വിദ്വേഷവും വൽ ബഗ്ളാ അല്ലെ ഉളവാക്കുവാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവെ ഓർമ്മിക്കുന്നതിൽ നിന്നും അവിടെ അറബി വാക്ക് നിങ്ങൾക്കറിയാം അല്ലേ. വയസുദ്ദുക്കും അൻദിക്രില്ലാഹി എന്നുള്ള വാക്കാണ്. അള്ളാഹുവെ ഓർമ്മിക്കുന്നതിൽ നിന്നും അതുപോലെ നമസ്കാരത്തിൽ നിന്നും വ അനിസ്വലാത്തി നിങ്ങളെ തടയുവാൻ മാത്രമാകുന്നു. തടയുവാനുള്ള വാക്കാണ് വയസുദ്ദുക്കും എന്ന വാക്ക്. അതിനാൽ നിങ്ങൾ അവയിൽ നിന്നും വിരമിക്കാനൊരുക്കമുണ്ടോ. ഫഹൽ അന്തും മുന്തഹൂൻ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് അവിടെ കൊടുത്തത്. ബാക്കി നമുക്ക് നോക്കാം. യഖ്റുജു ആമിർ മിനസ് സുന്ദൂഖി ഖായിഫൻ വ യഖൂലു ലിൽ ഹഫ്ലി അല്ല യഖ്റുജു ഖറജ യഖ്റുജു എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വന്നു. ആര്? ആമിർ. മിൻ ഐന യഖ്റുജു എവിടെ നിന്നാണ് പുറത്തേക്ക് വന്നത്? മിന സുന്ദൂഖി അല്ലേ. സുന്ദൂഖുൻ പെട്ടി. ഈ പെട്ടിയിൽ നിന്നും ആമിർ പുറത്തേക്ക് വന്നു. ഖായിഫൻ ഖൗഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഖൗഫ് ഭയം എന്ന. ഖായിഫൻ ഭയന്നുകൊണ്ട് ആമിർ പെട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. വ യഖൂലു അവൻ പറയുന്നുണ്ടായിരുന്നു ലിൽ ഹഫ്ല് ഹഫ്ല് മാന സദസ് സദസ്സിലുള്ള ആൾക്കാരോട് അല്ല. ഇതിവിടെ നമ്മൾ പഠിക്കുന്ന ഒരു നാടകമാണ്. അപ്പോൾ നാടകത്തിൽ സ്റ്റേജിൻ്റെ മുകളിൽ നിന്നും നാടകം കാണുന്നവരോട് ആമിർ പറയുകയാണ്. എന്താ പറഞ്ഞത്? ആമിർ ലാ ഇല്ല ലാ ഇല്ല ലുലുമാത്തുൻ ഇരുട്ട്
ഫിദ്ദുനിയ ഈ ദുനിയാവിൽ ഈ ലോകത്ത് ഇരുട്ടാണ്. വ ലുലുമാത്തുൻ ഇരുട്ടാണ്. ഫിൽ ആഖിറത്തി എവിടെ? ആഖിറത്തിലും പരലോകത്തും രണ്ട് സ്ഥലത്തും ഇരുട്ടാണ്. ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നത് നൂറ പ്രകാശമാണ്. ആരുടെ പ്രകാശം? റബ്ബി എൻ്റെ റബ്ബിൻ്റെ അള്ളാഹുവിൻ്റെ പ്രകാശമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. സ യഹ്ദീനി അത് എന്നെ ഹിദായത്തിലാക്കും, എന്നെ നേർമാർഗത്തിൽ ആക്കും അള്ളാഹുവിൻ്റെ പ്രകാശം. മിൻ ഹാദിഹിൽ ലുലുമാത്തി ഈ ഇരുട്ടിൽ നിന്ന്, ലുലുമാത്തി എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്, ഈ ഇരുട്ടിൽ നിന്നും അള്ളാഹുവിൻ്റെ വെളിച്ചം പ്രകാശം എന്നെ ഹിദായത്തിലേക്ക് നയിക്കും. വഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു അൽ ഹയാത്ത ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു. വ അഹ്ദറു ഞാൻ സൂക്ഷിക്കും റിഫാക്ക കൂട്ടുകെട്ട്, റിഫാക്ക സൂഇ മോശമായ കൂട്ടുകെട്ടിനെ ഞാൻ സൂക്ഷിക്കുകയും ചെയ്യും എന്ന് ആമിർ പറയുകയാണ്. യൊക്കുഫലു സിത്താർ കർട്ടൻ ഇവിടെ താണു. അപ്പോൾ ഇവിടെ കർട്ടൻ താണു. നമ്മുടെ നാടകം ഇവിടെ അവസാനിക്കുകയും ചെയ്തു. നിങ്ങൾ ഈ ഭാഗം ഒരിക്കൽ കൂടി നന്നായിട്ട് വായിച്ചു നോക്കുക. ഇവിടെ നമുക്ക് ചെയ്യാനുള്ള വർക്ക് എന്താണ് എന്ന് നോക്കാം. ഇവിടെ ഒരു പട്ടിക കാണാം നിങ്ങൾക്ക് അല്ലേ? ആമിർ, തോമസ്, കുമാർ, അബൂ സ്വാലിഹ്, രാജു ഇങ്ങനെ കാണാം. ഇവിടെ ആമിറിൻ്റെ നേരെ മനില്ലദി യസ് അലു അന്നി എന്ന് കാണാം. മനില്ലദി യസ് അലു അന്നി എന്ന് ആരാണ് പറഞ്ഞത്? ആമിറല്ല. പിന്നെ ആരാണ് പറഞ്ഞത്? തോമസ് ആണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇവിടെ തോമസിൻ്റെ നേരെയാണ് മനില്ലദി യസ് അലു അന്നി എന്ന് എഴുതേണ്ടത്. അതുപോലെ ആമിർ പറഞ്ഞത് എന്താണ്? ഇവിടെ നിങ്ങളൊന്ന് നോക്കണം, ഒന്ന് പരിശോധിച്ച് നോക്കുക. എന്നിട്ട് ആമിർ പറഞ്ഞത് എന്താണോ അത് കണ്ടുപിടിച്ചിട്ട് ആമിറിൻ്റെ നേരെ എഴുതുക. ഇങ്ങനെയാണ് നിങ്ങൾ ഈ വർക്ക് ചെയ്യേണ്ടത്. നോട്ടിൽ നിങ്ങളത് പട്ടിക വരച്ച് എഴുതണം. നമുക്കിന്ന് പാഠം ഇവിടെ നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എണ്ണത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. എണ്ണം പഠിക്കുമ്പോൾ ചില നിയമങ്ങൾ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും.